ജനങ്ങളുടെ പ്രതിഷേധം ഗവൺമെന്റ് മാനിക്കുമെപ്പോ നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു ശക്തിയായി നമ്മുടെ രാഷ്ട്രീയ സംഘമായി നിന്നാൽ, കാരണം നമ്മൾ ഉദ്ദേശിച്ച വോട്ട് കൊണ്ട് നമുക്ക് ചിലത് ചെയ്യാൻ കഴിയുന്നവരെ ബോധ്യപ്പെടുത്തിയാൽ നമ്മളെ പേടിയുണ്ടാവും. ഇല്ലേ, പേടിയുണ്ടാവില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാശ്മീർ. കാശ്മീരിലെ മുസ്ലിമീങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഒഴിവാക്കി. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടാതുകൊണ്ട് ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, വോട്ട് ചെയ്യാനില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യം കാണും. അതിനു വേണ്ടി അവർ തോക്കിന്റെയും ബോംബിന്റെയും രീതിയാണ് സ്വീകരിച്ചത്. ഗവൺമെന്റിനെതിരെ പൊരുത. ഒരു കൂട്ടർ പറഞ്ഞു കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാനിൽ ചേർക്കണം. വേറൊരു കൂട്ടർ പറഞ്ഞു ഇന്ത്യയുടെ തീരുമാനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സ്വന്തം കാശ്മീർ വേണം, സ്വന്തമായ രാജ്യമാണ്. ചുരുക്കത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിനോട് സമരം ചെയ്യാനാണ് അവർ വന്നത്. എങ്ങനെ? ജനാധിപത്യ രീതിയിലല്ല, മറ്റു രീതിയിൽ. ജനാധിപത്യ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഗവൺമെന്റിനെ കൊണ്ടുവന്ന് സംസ്ഥാനത്തിന്റെ അധികാരം നേടുമ്പോൾ കശ്മീരിലെ ജനങ്ങൾ ചെയ്തെന്താ? കശ്മീരികൾ ചെയ്തെന്താണ്? അവര് ചെയ്ത് വോട്ടിൽ നിന്ന് മാറി നിന്ന് പ്രതിഷേധിച്ചു. എന്ത് സംഭവിച്ചത്? അവരെ പരിഗണിക്കാൻ ആളുണ്ടായില്ല. 2-3 കുറവുകൾ അവർക്കുണ്ടായി. ഒന്ന്, ആ രാജ്യത്ത് തീരെ വികസനം വന്നില്ല. ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാത്ത, ആശുപത്രികളില്ലാത്ത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത ഒരുപാട് ഗ്രാമങ്ങൾ. എന്നതുപോലെ തന്നെ അവരുടെ അതിർത്തി പ്രദേശത്തെ മുസ്ലിങ്ങളെ അപകടകരമായ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് വീടുകൾ ചവിട്ടിപ്പൊളിച്ച് വെടിവെച്ച് കൊന്ന് മാനഭംഗപ്പെടുത്തി അപകടമുണ്ടാക്കി. സ്വന്തം സഹോദരിമാരെ മാനഭംഗപ്പെടുത്തുന്നതും മാതാവിനെയും പിതാവിനെയും വെടിവെച്ച് കൊല്ലുന്നതും ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോകുന്നതും കണ്ട ആളുകൾ വീണ്ടും തീവ്രവാദികളായി തോക്കെടുത്ത് ഇവർക്കെതിരെ പൊരുതുകയും അപകടമുണ്ടാക്കുകയും ചെയ്ത അനുഭവം കാശ്മീരിലുണ്ട്. ആ കാശ്മീർ പോലും പിന്നെ മാറി. അവര് മനസ്സിലാക്കി നമുക്ക് രാഷ്ട്രീയ സംഘടന വേണം, നമ്മൾ രാഷ്ട്രീയമായി സംഘടിക്കണം. അവർ സംഘടിച്ചു. മാറ്റണ്ടേ? ഈ ഒരു മാറ്റം നിങ്ങൾ ചിന്തിച്ചു. അവർ സംഘടിച്ച് മാറ്റമുണ്ടാക്കി അവിടെ വോട്ട് ചെയ്ത് ഗവൺമെന്റിനെ കൊണ്ടുപോയി. ഇപ്പൊ മാറി മാറി വരുന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ രാജ്യത്തെ സിഖുകാര് പഞ്ചാബിൽ ഒരു പ്രബല ശക്തി. ഒരുപാട് ആളുണ്ട് സിഖ്. ന്യൂനപക്ഷമാണെങ്കിലും പഞ്ചാബിൽ അവർക്ക് നല്ല ഭൂരിപക്ഷം. ആ പഞ്ചാബിലെ സിഖുകാര് സംഘടിച്ചിരുന്ന് സുവർണക്ഷേത്രം കേന്ദ്രീകരിച്ച് തീവ്രവാദത്തിന്റെ ശൈലി സ്വീകരിച്ചു. തോക്ക് കൊണ്ടും ബോംബ് കൊണ്ടും കാര്യം നേടാം, തോക്കിന്റെ കുന്തമുനയിൽ ഭരണാധികാരികളെ നിർത്താൻ അവർ തീരുമാനിച്ചു. എന്തിനധികം ആ രാജ്യത്തെ, ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അവര് തീവ്രതയുടെ പേരിൽ സംഘടിപ്പിച്ച് നിർത്തുക പോലും ചെയ്തു. വിന്ദ്രന്മാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം രൂപപ്പെട്ടു വന്നു. അവരെ ഭയപ്പെടേണ്ട ഒരവസ്ഥ വന്നു. ഇന്ത്യ ഗവൺമെന്റിന് പോലും ഒരു ഭീഷണിയില്ല. തീവ്രവാദം അതിന്റെ മൂർധന്യ ദശയിലെത്തി പഞ്ചാബിൽ. അപ്പോഴാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയത്. സുവർണ ക്ഷേത്രത്തിലേക്ക് പട്ടാളം എരച്ചു കയറി വിന്ദ്രന്മാരെ അടക്കമുള്ള ആളുകളെ വെടിവെച്ചു. ആ സംഘത്തെ തുരത്തി. അതിന്റെ പരിണിതി എന്നോണം അതിന് തിരിച്ചടിയായി അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധിയെ വെടിവെച്ചു, ഒരു സിഖുകാരൻ. അതിന്റെ ഫലമായി ഡൽഹി നഗരത്തിൽ മാത്രം 4000 സിഖുകാരെ ഒറ്റ ദിവസം കൊണ്ട് ചുട്ടുകരിച്ചും വെട്ടിയും വെടിവെച്ചും വെച്ചു. 4000 സിഖുകാർ. ആ സമൂഹം തകർന്നു എന്ന് മാത്രമല്ല, അവർ തിരിച്ചറിഞ്ഞു, അതവർ ഉപേക്ഷിച്ചു. ആ വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കി. അധികാരവും അവകാശവും നേടാൻ ആ വഴിയൊന്നും ശരിയല്ല എന്ന് അവർക്ക് ബോധ്യം. പിന്നെ എന്താ ഇന്ത്യയിൽ ജീവിക്കാനുള്ള മാർഗം? അടങ്ങി ഒതുങ്ങി മൂലയിലിരിക്കലുമല്ല, തോക്കും ബോംബും എടുത്ത് സംഘടിച്ച് കുഴപ്പമുണ്ടാക്കലുമല്ല, മറിച്ച് നമ്മുടെ കയ്യിൽ ഒരു അധികാരമുണ്ട്, വോട്ട്. ഒരാളെ വോട്ടിന് വിലയുണ്ട്. അങ്ങനത്തെ 10 ആൾ കൂടിയാൽ അതിന് വിലയുണ്ട്. അങ്ങനത്തെ ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചൊരു ശക്തിയൊക്കെ ഞങ്ങൾ അവകാശം ഞങ്ങൾക്ക് തരണമെന്ന് പറയാം. അത് നിയമപ്രകാരമുള്ള മാർഗത്തിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുക. ഇതാണ് ബഹുമാനപ്പെട്ട ഖായിദ് എമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ചെയ്തത്. ഇസ്മായിൽ സാഹിബ് ചെയ്ത കാഴ്ചപ്പാട് 60 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞതാ. 948 ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒറ്റയ്ക്ക് സംഘടിച്ചു നിൽക്കണം. ഓരോ മുസൽമാന്റെ വോട്ടിനും വിലയുണ്ട്. അവരൊരു കൊടിക്കീഴിൽ നിന്നിട്ട് ശബ്ദിച്ചാൽ അതിന് വിലയുണ്ട്. ഇസ്മായിൽ സാഹിബ് അസ്തിത്വ സംരക്ഷണം. ഇസ്മായിൽ സാഹിബ് പറഞ്ഞ ഭാഗത്തേക്ക് ഇപ്പൊ കുറെ ബുദ്ധിജീവികൾ വരുന്നേ ഉള്ളൂ. കുട്ടികളൊന്ന് ചിന്തിച്ചു നോക്ക്. 60 കൊല്ലം മുമ്പ് ഖായിദ് എമിനത്ത് പറഞ്ഞ സംഗതി അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആൾക്കാർ എന്താ നമ്മുടെ രാജ്യത്ത് അവരുടെ ഭാഷ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷ വോട്ട് ചെയ്യാൻ പാടില്ല, ശിർക്ക, വോട്ട് ചെയ്യാൻ പാടില്ല.
പിന്നെ അവർ അടുത്ത കാലത്ത് ഏകദേശം ഒരു 4-5 കൊല്ലം മുമ്പ് അവർ പറഞ്ഞെന്താ, അവർ നമ്മുടെ രാജ്യത്ത് പറഞ്ഞു, ഷൂറ കൂടിയിട്ട് പറഞ്ഞു, ഹറാമാന്ന് പറഞ്ഞ കാര്യം ഷൂറ കൂടിയിട്ട് ഹലാലാക്ക്. ഷൂറ കൂടിയിട്ട് അവർ പറഞ്ഞു മൂല്യമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം, മൂല്യമുള്ളവർക്ക് വോട്ട് ചെയ്യാം, ചെറിയ അളവ്, ചെറിയ തോതിൽ ഹലാലാണ്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു മൂല്യമൊന്നും നോക്കണ്ട, ഒരു മുന്നണിക്ക് നമുക്ക് ഒന്നായിട്ട് കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. ഇനി വരാൻ പോണ തെരഞ്ഞെടുപ്പ് എന്താ, നമ്മൾ തന്നെ മത്സരിക്കുക എന്നുള്ളത് പകരുണ്ടാവും. ഇപ്പൊ പറ്റ ഹലാല, ഇപ്പൊ നമ്മൾ തന്നെ ഇനി മത്സരിക്കാന്നുണ്ട്. എന്തേ കായികമിനത്ത് പറഞ്ഞത്? കായികമിനത്ത് പറഞ്ഞു അതന്നെ നമ്മൾ സ്വന്തമായി സംഘടിച്ച് മത്സരിക്കുക. അതിപ്പോ ജമാഅത്തെ ഇസ്ലാം അംഗീകരിച്ചു. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ NDF-ന്റെ പ്രവർത്തനം ഉണ്ടാവുമല്ലോ. അവരെന്താ പറഞ്ഞത്? നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനമൊന്നും പോരാ, ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെ കൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ വേറിട്ട് കാര്യങ്ങളൊക്കെ തീവ്രമായി വിലയിരുത്തി അടിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി സംഘത്തെ തന്നെ രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിച്ചു. അവർ കുറച്ചു കാലം കൊണ്ടുവരണം. ബാബരി മസ്ജിദ് തകർന്ന കാലത്ത് അതിനെല്ലാം പ്രചാരം കിട്ടി. അവർ സംഘമായി വളർത്തി കൊണ്ടുവന്ന് കുട്ടികൾ തീവ്രത ഏൽപ്പിക്കാൻ എളുപ്പമുണ്ട്. കുട്ടികളെ തെറ്റായ വഴിക്ക് ചിന്തിപ്പിക്കാൻ വളരെ എളുപ്പമുണ്ട്, നേരായ വഴിക്ക് ചിന്തിപ്പിക്കാനുള്ള പ്രയാസം. അങ്ങനെ ഈ കുട്ടികളെ മുഴുവൻ സംഘടിപ്പിച്ച് ഇപ്പൊ അടുത്ത മാസം അവർ പറയാൻ പോകുന്നത് എന്താ, നമ്മളും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക. അതന്നെ കായികമിനത്ത് പറഞ്ഞത് തന്നെ അവർ പറയുന്നത്. കായികമിനത്ത് 60 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇവർക്ക് ഇപ്പൊ പറയാൻ തുടങ്ങി. അവ കായികമിനത്ത് അന്ന് പറഞ്ഞ കാര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. എന്നാ പിന്നെ എന്തിനെ പ്രോത്സാഹിപ്പിച്ച പോലെ? അങ്ങനെ എന്തായാലും ചിന്തിക്കാത്തത്. നിലവിൽ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ സംഘടന ഇവിടെ ഉണ്ട്. കുറവുകൾ ഉണ്ടാവാം, അത് പഠിക്കണം നമ്മൾ. നിലവിൽ മുസ്ലിങ്ങൾക്കുള്ള രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരുപാട് പാർട്ടികളോട് വന്നല്ലോ. ലീഗിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ പ്രോഗ്രസീവ് ലീഗ് വന്നു. എവിടെയെത്തിയോ? പ്രോഗ്രസീവ് ലീഗ് എന്ന് പറഞ്ഞ പഴയ നാട്ടിലെ ഭാഷയിൽ വത്തക്ക ലീഗ് എന്നൊക്കെ പറഞ്ഞ ലീഗ് ഉണ്ടായിരുന്നല്ലോ, പഴയ കാരണന്മാർക്ക് അറിയാം. പുറത്ത് പച്ചയും അകത്ത് ചുവപ്പുമായ ലീഗ് വന്നിരുന്നു, ഒക്കെ പോയി. MDP വന്നു, പോയി. PDP വന്നു, അതിന്റെ മുഖം ഒന്ന് വേറെ ഇരുന്ന നേരത്തെ. ISS-ന്റെ ചെയർമാൻ ബഹുമാനായ സുഹൃത്ത് അബ്ദുൽ നാസർ മഅദനി കുട്ടികളോട് പറഞ്ഞത് എന്താ, തീവ്രമായി ചിന്തിക്കണം. ISS ഉണ്ടാക്കി. RSS ഉണ്ടോ ISS വേണമെന്ന മഅദനി പ്രസംഗിച്ചത്. അതേ മഅദനി ഏകദേശം 2 ആഴ്ച മുമ്പ് കാസർഗോഡ് വന്നു. അവിടെ ചെന്നപ്പോ എന്നോട് അവിടുത്തെ കുട്ടികൾ പറഞ്ഞു, മഅദനി പ്രസംഗിച്ച എന്താ, മുസ്ലിം യുവാക്കളിൽ തീവ്രവാദം വളർന്നു വരുന്നതിനെതിരെ പണ്ഡിതന്മാർ ബോധവൽക്കരണം ഏറ്റെടുക്കണം എന്നാണ്. വല്ലാത്ത സംഘടന അങ്ങനെ തന്നെ പ്രശ്നം. മുസ്ലിം യുവാക്കളിൽ തീവ്രത വളരുന്നതിനെതിരെ പണ്ഡിതന്മാർ ബോധവൽക്കരണം ഏറ്റെടുക്കണം. ആരെ കുട്ടികൾ അങ്ങനെ ആക്കിയത്? അപ്പൊ അയാൾക്ക് വന്ന മാറ്റം, ആർക്കാ മാറ്റം വരാത്തവിടെ? ഈ സമൂഹത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ചിന്തിച്ചോ, പൊതുധാരയ്ക്ക് എതിരെ നിന്നവരൊക്കെ പിന്നെ മാറിയിട്ടില്ലേ? മുസ്ലിം ലീഗിൽ നിന്നും ഒരു കർഷകം അടർത്തിയെടുത്ത് INL എന്ന് പറയുന്ന ഒരു സംഘത്തെ ബഹുമാനായ സെഡ് സാഹിബിനെ ഉണ്ടാക്കി. ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, പൊതുധാരയെ കുറിച്ച് പറയാം. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ. ആ സംഘത്തിന് നിലനിൽപ്പുണ്ടായില്ലല്ലോ. നിലനിൽപ്പുണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു സംഘം എന്ന രീതിയിൽ അവർ വിശ്വസിക്കാൻ പോലും കൊള്ളുന്നില്ല. അപ്പൊ തന്നെ ഒരു ഉദാഹരണം നോക്കുന്നത്, കേരള സംസ്ഥാനത്ത് വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോ അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടിരുന്നു. INL കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരൊരു MLA ഉണ്ടല്ലോ, അയാൾക്ക് കൊടുത്താൽ നമുക്ക് പരാതിയില്ല. കാരണം എന്താ, മുസ്ലിം ആണെന്നൊരു സമാധാനം ഉണ്ടല്ലോ. കൊടുത്തില്ലല്ലോ, പരിഗണിക്കൂല. ആ രീതിയിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വേറിട്ട് പോയവരെ ആരും പരിഗണിച്ചിട്ടില്ല. ആര് പരിഗണിക്കുന്നു വിചാരിച്ചിട്ട് അവർ പോയത്? ആര് അംഗീകരിക്കുമെന്ന് കരുതിയത് കൊണ്ട് അവർ പോയത്? വളരാൻ കഴിഞ്ഞിട്ടില്ല, കഴിയില്ലല്ലോ. കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് വളരുന്ന എന്തുകൊണ്ടാണ്? നമ്മളെന്നും കൊണ്ട് എല്ലാം മനസ്സിലാക്കുക. കായികമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന ഒരു മഹാനെ, ഒരു വലിയ എന്ന കായികമിനത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളെ ഞാൻ കേട്ട സത്യം. ഇയാമ സാഹിബ് ഒരിക്കൽ എഴുതി വെച്ച് ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞു, കായികമിനത്തിന് വലിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നോർത്ത് ഇന്ത്യയിലുണ്ട്, നമുക്ക് അവരുതല്ലാത്ത. മീറത്തിലൊരിക്കൽ ബഹുമാനപ്പെട്ട കായികമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു പെരുന്നാൾ നിസ്കാരത്തിൽ എത്തിപ്പെട്ട സംഭവം മീറത്തുകാർ ഇപ്പോഴും ഓർക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്ത് മീറത്ത് സന്ദർശിച്ചപ്പോൾ മീറത്തിൽ നിന്ന് അവിടുത്തെ കാരണന്മാർ പറഞ്ഞ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പെരുന്നാളിന് ബഹുമാനപ്പെട്ട കായികമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഖാജ മൊയ്നുദ്ദീൻ എന്ന സഹപ്രവർത്തകന് മുമ്പ് ഡൽഹിയിൽ നിന്ന് കാറിൽ പുറപ്പെടുകയാണ്. മീറത്തിൽ ആൾക്കാരെ ക്ഷണിച്ചു, പെരുന്നാൾ നിസ്കാരത്തിന് ഇവിടെ വരണം. അവിടെ ഒരു പെരുന്നാൾ സദ്യയും ഒരു സൽക്കാരമൊക്കെ ഉണ്ടാക്കി. കായികമിനത്ത് വരണം എന്നവർക്ക് നിർബന്ധത്തിന് വഴങ്ങി കായികമിനത്ത് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. മീറത്തിലേക്ക് പോകുക. അത്യാവശ്യം ദീർഘമുള്ളൊരു യാത്രയാണ്. സുബൈ നിസ്കരിച്ച് പുറപ്പെട്ടു സഹപ്രവർത്തകന്റെ കൂടെ.
അങ്ങനെ ഒരു കാറിൽ 2 പേരും പുറപ്പെട്ടു. മീറത്തുകാര് അഹമ്മദ് സാഹിബിനോട് പറഞ്ഞ കഥയാണ് അഹമ്മദ് സാഹിബ് പറഞ്ഞത്. അടുത്ത പഴയ കാരണവന്മാർ കായികമിനത്ത് സുബൈക്ക് പുറപ്പെട്ടെന്നുള്ള വിവരം അവർക്ക് കിട്ടി. കായികമിനത്തിന്റെ ജീവിതത്തിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു പെരുന്നാൾ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഒരൊറ്റ വക്ത നിസ്കാരം ഒഴിവാക്കാത്ത ആളാ കായികമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഒരു വക്ത നിസ്കാരം ഒഴിവാക്കാത്ത കായികമിനത്തിന് നിസ്കാരം കലാവുന്നുള്ള പേടി, അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുള്ള പേടി. കാരണം പെരുന്നാൾ നിസ്കാരം സമയത്ത് നടക്കുമല്ലോ. സുബൈ നിസ്കരിച്ച് അതിവേഗം പുറപ്പെട്ടതാണ്. വഴിയിൽ വെച്ച് കാറ് കേടായി. കേടായപ്പോ കായികമിനത്ത് പറഞ്ഞിത്ര പഠിച്ചോൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരൊറ്റ ഈദ് നിസ്കാരം എനിക്ക് നഷ്ടപ്പെടില്ല, ഒരു ഈദ് നമസ്കാരവും എനിക്ക് നഷ്ടപ്പെടില്ല, പഠിച്ചോനെ നഷ്ടപ്പെടുമോ എന്ന് കരുതി അദ്ദേഹം മനസ്സുകൊണ്ട് പഠിച്ചോനോട് പ്രാർത്ഥിച്ചു. ഏതായാലും എവിടുന്നൊക്കെയോ ഒരു കാറ് വേറെ സംഘടിപ്പിച്ച് മീറത്തിലെത്തിയപ്പോ സമയം കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരത്തിന്റെ ഏകദേശം സാധാരണ നിസ്കരിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞത്. അപ്പൊ അദ്ദേഹം വളരെ